+1 ട്രയൽ അലോട്ട്മെന്റ് 2025 ട്രയൽ അലോട്ട്മെന്റ് എല്ലാവരും പരിശോധിച്ചിട്ടുണ്ടാവും. കുറേ ആളുകൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടാവും. വേറെ ഒരുപാട് വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിക്കാത്തവരും ഉണ്ടാവും. ഇത്തരത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവരും അലോട്ട്മെന്റ് ലഭിക്കാത്തവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചത് നിങ്ങൾ ഏകജാലക അപേക്ഷയിൽ നൽകിയ ആദ്യ സ്കൂളിൽ ആയ വിദ്യാർത്ഥികൾ. എന്താണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത്? നിങ്ങൾ ഏകജാല അപേക്ഷയിൽ നൽകിയ ആദ്യ സ്കൂളിലും കോഴ്സിലും അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അവർ ഈ പ്രയോറിറ്റി നൽകിയ ആദ്യ സ്കൂളിലും കോഴ്സിലും അവർ 100% സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രം ആ സ്കൂളും കോഴ്സും പിന്നീട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി മാത്രം കുഴപ്പമില്ലാത്ത മറ്റൊരു സ്കൂളും കോഴ്സും മാത്രം നിലനിർത്തിക്കൊണ്ട് അലോട്ട്മെന്റ് അപേക്ഷയിൽ മറ്റു സ്കൂളുകളും മറ്റു കോഴ്സുകളും ഒഴിവാക്കുന്നതാണ് നല്ലത്. മനസ്സിലായി വിചാരിക്കുന്നു. അതായത് അലോട്ട്മെന്റ് അപേക്ഷയിലെ ആദ്യ സ്കൂളും കോഴ്സും അവർ നൽകിയത് ഓക്കെയാണ്, ആ സ്കൂളിലും കോഴ്സിലും അവർക്ക് അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്കൂൾ ഒന്നാമതായിട്ട് തന്നെ അവിടെ നിലനിന്നോട്ടെ. കൂടാതെ മറ്റൊരു സ്കൂളും കോഴ്സും ഏകദേശം അത് അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ചേരാവുന്ന മറ്റൊരു സ്കൂളും കോഴ്സും രണ്ടാമത്തെ ഒരു പ്രയോറിറ്റി ആയിട്ടും നൽകിക്കൊണ്ട് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് അലോട്ട്മെന്റ് കൺഫേം ചെയ്ത് ഇന്നായിരിക്കും, അതായത് സിംഗിൾ വിൻഡോ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതുപോലെ തന്നെ ആദ്യ സ്കൂളിലും ആദ്യ കോഴ്സിലും അഡ്മിഷൻ ലഭിച്ച ആദ്യ സ്കൂൾ ആദ്യ കോഴ്സ് ഇതിൽ അഡ്മിഷൻ അല്ല അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ച വേറെ ചില വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. അവര് ആദ്യം തന്നെ ആ സ്കൂളും കോഴ്സും കൊടുത്തെങ്കിലും സിംഗിൾ വിൻഡോ അപേക്ഷയിലെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം കൊടുത്ത സ്കൂളിലും കോഴ്സിലും അവർ തന്നെ സാറ്റിസ്ഫൈ ആവില്ല. എന്നാൽ അവരന്ന് ഇതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമില്ലാതെ സ്കൂളും കോഴ്സും അപേക്ഷയിൽ നൽകിയതായിരിക്കും. അത്തരം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ആ സ്കൂളും കോഴ്സും നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനിൽ നിന്നും മാറ്റുക. എന്താണ്, നമ്മൾ നിലവിൽ കൊടുത്ത ആദ്യ സ്കൂളും കോഴ്സിലും തന്നെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട്, ട്രയൽ അലോട്ട്മെന്റ്. പക്ഷെ ആ സ്കൂളിലും കോഴ്സിലും അവർ സാറ്റിസ്ഫൈ അല്ല എന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും പെട്ടെന്ന് അലോട്ട്മെന്റ് ലഭിച്ച ആദ്യ സ്കൂളും കോഴ്സും ചേഞ്ച് ചെയ്ത് അവിടെ അവർ ആഗ്രഹിക്കുന്ന മറ്റൊരു സ്കൂളും കോഴ്സും ഉണ്ട് ഏതാണെങ്കിൽ അത് അവിടെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഈ സ്കൂളും കോഴ്സും അവിടെ നിന്ന് മാറ്റുക. എങ്ങനത്തെവരെ? സിംഗിൾ വിൻഡോ അപേക്ഷയിലെ ആദ്യ സ്കൂളും കോഴ്സും ഓക്കെ അല്ല എന്നുള്ളവരും ആ സ്കൂളിൽ കോഴ്സിൽ അലോട്ട്മെന്റ് ലഭിച്ചവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആദ്യ സ്കൂൾ കോഴ്സ് അലോട്ട്മെന്റ് ലഭിച്ച രണ്ട് വിഭാഗം വിദ്യാർത്ഥികൾ, രണ്ട് ടൈപ്പ് വിദ്യാർത്ഥികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയുന്നത് മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് വിദ്യാർത്ഥികൾ. കുറേ സ്കൂളിൽ അലോട്ട്മെന്റ് അഡ്മിഷന് വേണ്ടി സിംഗിൾ വിൻഡോ അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ട്. 1, 2, 3, 4, 5 ഇങ്ങനെ എക്സെട്ര അല്ലെ. ഇങ്ങനെ കുറേ സ്കൂളുകളിൽ എന്ത് ചെയ്യാണ്, അലോട്ട്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടി സിംഗിൾ വിൻഡോ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിൽ അവർക്ക് ഇടയ്ക്ക് വെച്ചുള്ള ഒരു സ്കൂളും കോഴ്സും ലഭിച്ചു, അലോട്ട്മെന്റ് ട്രയൽ ലഭിച്ചു. ഇടയ്ക്ക് വെച്ചുള്ള ഒരു സ്കൂളിലും കോഴ്സിലും അലോട്ട്മെന്റ് ലഭിച്ചു, ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ചു. അത്തരം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം, ആ സ്കൂളും കോഴ്സും അവര് പൂർണ്ണ സാറ്റിസ്ഫൈ അല്ലായിരിക്കുമല്ലോ. കാരണം ഏറ്റവും മുകളിൽ അവർ സാറ്റിസ്ഫൈ ആയ സ്കൂളും കോഴ്സും വേറെ ഉണ്ട്. അപ്പോ അത്തരം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ സ്കൂളിനും കോഴ്സിനും, അതായത് അവർക്ക് ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിനും കോഴ്സിനും മുകളിൽ, സ്കൂളിന് ഇപ്പൊ 4ാമത്തെ സ്കൂളിലാണ് അവർക്ക് അലോട്ട്മെന്റ് ലഭിച്ചത് എങ്കിൽ അവർ അതിന് മുകളിൽ ഇതിനേക്കാളും അവർ ആഗ്രഹിക്കുന്ന കോഴ്സും സ്കൂളുകളും കൂടുതലുണ്ടെങ്കിൽ, അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സും സ്കൂളിനേക്കാളും അവർ കൂടുതലായിട്ട് അലോട്ട്മെന്റ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സുകളും മറ്റു പല സ്കൂളുകളും കോഴ്സുകളും അവർ ആഗ്രഹിക്കുന്നത് ഉണ്ടെങ്കിൽ അതൊക്കെയും അലോട്ട്മെന്റ് ലഭിച്ച അലോട്ടഡ്
സ്കൂളിന് മുകളിൽ നൽകുക. അലോട്ടഡ് സ്കൂളിന് മുകളിൽ നൽകുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് അവർക്ക് ഒരു സ്കൂളിൽ എക്സ് എന്ന സ്കൂളിൽ അലോട്ട്മെന്റ് ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ആ എക്സ് എന്ന സ്കൂളിനേക്കാളും ആ ലഭിച്ച കോഴ്സിനേക്കാളും അവർ മറ്റു കുറേ സ്കൂളുകളിലും കോഴ്സിലുമാണ് അലോട്ട്മെന്റ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളും കോഴ്സും അവിടെ അല്ലെ ഇപ്പൊ 5 സ്കൂളുകൾ ഇപ്പൊ നിലവില് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിനും കോഴ്സിനേക്കാളും അവർ അലോട്ട്മെന്റ് ആഗ്രഹിക്കുന്ന ഒരു 5 സ്കൂൾ ഉണ്ടെങ്കിൽ 1, 2, 3, 4 5 സ്കൂളുകൾ അവർ എന്ത് ചെയ്യുക, അലോട്ട്മെന്റ് അപേക്ഷയിൽ മുകളിൽ കൊടുക്കുക. ശേഷം അവർക്ക് ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂൾ 6ാമതായി അലോട്ട്മെന്റ് അപേക്ഷയിൽ നിലനിർത്തുകയും ചെയ്യുകയാണ് അത്തരം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. ചിലപ്പോൾ 10 സ്കൂൾ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം, 10 സ്കൂളും കോഴ്സും അവർക്ക് ലഭിച്ച അലോട്ടഡ് സ്കൂളിനും കോഴ്സിനും മുകളിൽ നൽകുവാൻ വേണ്ടി അവര് ശ്രദ്ധിക്കുക. അതായത് ഇടയ്ക്ക് വെച്ച് സ്കൂളോ കോഴ്സോ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികളാണ് ഈ തരത്തില് ചെയ്യേണ്ടത്. ഇനി വേറെ കുറച്ച് വിദ്യാർത്ഥികള് അവരെന്താണ്, കുറെ സ്കൂൾ 1, 2, 3, 4, 5, 6, 7, 8 സ്കൂളൊക്കെ അല്ലെങ്കിൽ 8 സ്കൂളും കോഴ്സും ഒക്കെ അലോട്ട്മെന്റ് അപേക്ഷയില് അവര് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അവർക്ക് ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂള് ഒരു 5ാമത്തെ സ്കൂളിലാണ് അവർക്ക് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കൂ. പക്ഷേ അവർ ആ സ്കൂളിൽ 100% സാറ്റിസ്ഫൈ ആണ്. അതായത് നേരത്തെ സിംഗിൾ വിൻഡോ അപേക്ഷയിൽ അവർ പ്രയോറിറ്റി കൊടുത്തപ്പോൾ 5ാമതായിട്ടാണ് അപേക്ഷയിൽ കൊടുത്തതെങ്കിലും ആ സ്കൂൾ കോഴ്സിൽ അവർ 100% സാറ്റിസ്ഫൈ ആയ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അവർക്ക് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളും കോഴ്സും 5ാമത്തേതാണ് ലഭിച്ചതെങ്കിലും ആ സ്കൂൾ കോഴ്സിൽ അവർ സാറ്റിസ്ഫൈ ആണെങ്കിൽ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളും കോഴ്സും 1ാമതാക്കി മാറ്റുക. എന്നിട്ട് അലോട്ട്മെന്റ് ലഭിക്കാത്ത സ്കൂളും കോഴ്സും വേണമെങ്കിൽ അതിന്റെ അടിയിൽ ഒരു 2-3 ചേർത്ത് കൊടുത്താൽ മതി. ഇതെങ്ങനെയാണ്, നേരത്തെ ഏകജാലക അപേക്ഷയിൽ കൊടുത്ത സ്കൂൾ കോഴ്സ് ലിസ്റ്റ് അല്ലെ, ഒരു 10 സ്കൂൾ കോഴ്സ് അവർ കൊടുത്തിരുന്നു അല്ലെ, ഒരു 10 സ്കൂൾ. പക്ഷെ അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് 4ാമത്തെ സ്കൂൾ കോഴ്സ് അവർക്ക് ലഭിച്ചു. പക്ഷെ ഈ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂൾ കോഴ്സിൽ അവർ സാറ്റിസ്ഫൈ ആണെങ്കിൽ, അവർ 100% സാറ്റിസ്ഫൈ ആണെങ്കിൽ ഈ അലോട്ട്മെന്റ് ലഭിച്ച സ്കൂൾ കോഴ്സിനെ ഫസ്റ്റ് ആക്കി മാറ്റുക. ഏകജാലക അപേക്ഷയിലെ പ്രയോറിറ്റി ഫസ്റ്റ് ആക്കിയിട്ട് അതിന്റെ താഴെ വേണമെങ്കിൽ വേറെ 1-2 സ്കൂൾ കോഴ്സ് അവർക്ക് എന്ത് ചെയ്യാം, ചേർത്ത് നൽകുക. ഈ തരത്തിലാണ് ഇത്തരത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. ഇനി അലോട്ട്മെന്റ് ഒന്നും ലഭിക്കാത്ത കുറെ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും. ഒരു അലോട്ട്മെന്റും ലഭിച്ചിട്ടില്ല. അവര് എത്ര സ്കൂൾ കോഴ്സ് ആണോ അലോട്ട്മെന്റ് അപേക്ഷയിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ആദ്യം നോക്കേണ്ടത്. അലോട്ട്മെന്റ് ഒന്നും ലഭിക്കാത്ത വിദ്യാർത്ഥിയാണ്, ട്രയൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റേ ലഭിച്ചിട്ടില്ല. അവർ ചെയ്യേണ്ട കാര്യം എത്ര സ്കൂൾ കോഴ്സ് ആണ് അവർ കൊടുത്തതെന്ന് നോക്കുക. ഇപ്പൊ ഒരു വിദ്യാർത്ഥി 5 സ്കൂൾ കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അലോട്ട്മെന്റ് സിംഗിൾ വിൻഡോ അപേക്ഷയിൽ 5 സ്കൂളും കോഴ്സും കൊടുത്തിട്ടുണ്ട്. ആ വിദ്യാർത്ഥിക്ക് ട്രയൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ഒന്നും ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് ഈ സമയത്ത് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം, കൂടുതൽ സ്കൂളുകളും കോഴ്സുകളും അവർക്ക് അഡ്മിഷൻ ലഭിച്ചാൽ കുഴപ്പമില്ലാത്ത കൂടുതൽ സ്കൂളുകളും കോഴ്സുകളും എത്രയുണ്ടോ അത്ര എണ്ണം ആ അലോട്ട്മെന്റ് സിംഗിൾ വിൻഡോ അപേക്ഷയിൽ പുതിയതായി ചേർക്കുക. അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യമാണ്, എത്ര സ്കൂൾ കോഴ്സ് അവർ കൊടുത്തോ അതിനേക്കാളും കൂടുതൽ സ്കൂളുകളും കോഴ്സുകളും ആലോചിച്ച് അവർക്ക് പോകാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത്രയും കോഴ്സുകളും സ്കൂളുകളും കൂടെ അലോട്ട്മെന്റ് സിംഗിൾ വിൻഡോ ഏകജാലക അപേക്ഷയിൽ കൂട്ടിച്ചേർക്കുകയാണ് അത്തരം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വരെ ഇത്തരത്തിൽ ചെയ്ത് കാത്തിരുന്നോളൂ. ഒരു പക്ഷെ ഒരുവിധപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെയും ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കും. അത്തരത്തിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ അവർ ലഭിച്ച കോഴ്സിലും സ്കൂളിലും സാറ്റിസ്ഫൈ അല്ല എങ്കിൽ അവര് ടെമ്പററി അഡ്മിഷൻ എടുക്കട്ടെ. ഫസ്റ്റ് പ്രയോറിറ്റിയിലെ ഫസ്റ്റ് സ്കൂളും കോഴ്സും അല്ലാത്ത വേറെ ഏത് കോഴ്സും സ്കൂളിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഈ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റും. കാരണം നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് വളരെ ക്രമീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും 1ാമത് കിടക്കുന്നുണ്ട്. അതല്ലാത്ത മറ്റേതൊരു സ്കൂളും കോഴ്സും ലഭിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി ഫസ്റ്റ് അലോട്ട്മെന്റ് സമയത്ത് ടെമ്പററി അഡ്മിഷൻ എടുക്കട്ടെ, വെയിറ്റ് ചെയ്തോളൂ. സെക്കൻഡ് അലോട്ട്മെന്റിൽ
കുറച്ചുകൂടെ അവർ ആഗ്രഹിക്കുന്ന ബെറ്റർ സ്കൂൾ കോഴ്സിലേക്ക് മാറാൻ കഴിയും. അഥവാ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണ്ടും ടെമ്പററി എടുത്ത് തേർഡ് അലോട്ട്മെന്റ് വരെ വെയിറ്റ് ചെയ്യുക. തേർഡ് അലോട്ട്മെന്റിൽ ഏത് സ്കൂൾ കോഴ്സ് കിട്ടിക്കഴിഞ്ഞാലും ചേരുക, അഡ്മിഷൻ എടുക്കുക. എന്നിട്ടും നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ പിന്നീട് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരാനുണ്ട്. ആ സമയത്ത് നമുക്ക് സ്കൂൾ കോഴ്സ് ഒന്നുകൂടെ നല്ലത് സെലക്ട് ചെയ്ത് ട്രാൻസ്ഫർ ആവാൻ പരമാവധി ശ്രമിക്കാം. ഇതാണ് അലോട്ട്മെന്റ് പ്രോസസ്സിന്റെ ആകെത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. കമന്റ് ആയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ, മെസ്സേജ് മീൻസ് കമന്റ് ആയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേതൊരു ചാനലിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഞങ്ങൾ മറുപടി തരുന്നതാണ്. അതുകൊണ്ട് വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഈ ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് വീഡിയോ മുഴുവനായിട്ടും ഇരുന്ന് കാണുക. സംശയങ്ങൾ നിങ്ങൾ കമന്റുകളായി ചോദിച്ചോളൂ, മറുപടി തരുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.